ഹലോ, ഗുഡ് ഈവനിങ്. ഞാൻ ദാ ഇപ്പൊ തന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു. ഫ്രഷായി വിളക്ക് വെച്ച് നമുക്ക് നല്ലൊരു ഡിന്നർ ഉണ്ടാക്കാം. അപ്പൊ ആദ്യമേ തന്നെ ഗോതമ്പ് പൊടി ഞാൻ അരിച്ചെടുക്കുന്നുണ്ട്. ഈ സ്ട്രെയിനർ ഉണ്ടല്ലോ, ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിൽ കുറേ ഉണ്ടായിരുന്നു ഇങ്ങനെ ഗോതമ്പ് പൊടികൾ അരിക്കുന്നത്, അതുപോലെ ഓരോന്നും ഇങ്ങനെ അരിക്കുന്നത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ സ്ട്രെയിനേഴ്സ് ഓരോന്നും കാണാനില്ല. എവിടെ പോയി അറിയില്ല കേട്ടോ. ഞാൻ വാങ്ങി വെച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഇപ്പൊ ഈ ഒരെണ്ണേ ഉള്ളൂ. ആ റൗണ്ട് ഒന്നും പിന്നെ അതിനുള്ള ഉള്ളിലെ ഫിൽറ്റേഴ്സ് നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഉണ്ടായിരുന്നു. അതിലിപ്പോ ഒന്ന് മാത്രമേ എന്റെ അടുത്തുള്ളൂ. ബാക്കി ഒന്നും കാണാനില്ല ഗൈസ്. അത് എവിടെ പോയിന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ ആ ഒരു വിഷമത്തിൽ ഞാൻ നിൽക്കുവാണ്. പിന്നെ എന്താ ചെയ്യാ, പോട്ടെ വിചാരിച്ചിട്ട് കിട്ടുമായിരിക്കും. പിന്നെ ഞാൻ നമ്മുടെ ഈ പൊടിയിലോട്ട് മേത്തി ലീവ്സും പിന്നെ മല്ലിയിലയും കുറച്ച് സോൾട്ടും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചില്ല കേട്ടോ. അപ്പൊ തന്നെ ചപ്പാത്തി ചുട്ടെടുത്തു. ഇപ്പൊ തന്നെ 8 മണി 8:30 ആയിട്ടുണ്ടായിരുന്നു. രാഹുലേട്ടൻ വരുമ്പോഴേക്കും ഡിന്നർ ഉണ്ടാക്കാൻ വെച്ചിട്ട് അങ്ങനെ ചപ്പാത്തി പെട്ടെന്ന് തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കാതെ ചപ്പാത്തി ഉണ്ടാക്കിട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാൻ എണ്ണയാണ്, മീൻസ് കോക്കനട്ട് ഓയിലാണ് പുരട്ടി കൊടുക്കുന്നത്. ചപ്പാത്തി പരത്ത അപ്പൊ തന്നെ ചട്ടിയിലിടാം. പിന്നെ ഇത് ആവുമ്പോഴേക്കും അടുത്ത ചപ്പാത്തി ഞാൻ അവിടെ പരത്തുന്നുണ്ട്. അതാണ് എൻ്റെ കയ്യിലൊക്കെ നിറയെ പൊടി ഇട്ടിരിക്കുന്നത് കേട്ടോ. ഞാനപ്പോൾ ഓരോന്നും പരത്തി ഓരോന്നും അപ്പൊ തന്നെ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അതാവുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പണി കഴിയും, പിന്നത്തേക്കില്ലല്ലോ. അപ്പോൾ ഇതിങ്ങനെ ചപ്പാത്തി റെഡി ആയിട്ട് വരുമ്പോൾ ദാ ഇങ്ങനെയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ, നല്ല ടേസ്റ്റ് ആണ്. ഇതിന് സെപ്പറേറ്റ് കറി ഇല്ലെങ്കിൽ നമുക്ക് വെറുതെ കഴിക്കാം. ഇത് ഒന്നും കൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമോ, സവാളയൊക്കെ ഇട്ടിട്ടൊക്കെ. അങ്ങനെ ഉണ്ടാക്കുന്നവർക്ക് അങ്ങനെ ഉണ്ടാക്കാം. ഇതിപ്പോ നമുക്ക് കറി ഉണ്ട്, സാമ്പാറുണ്ട്. അപ്പൊ സാമ്പാർ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ ഞാൻ അതാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഈ 2 ലീവ്സ് മാത്രം ഇട്ടേക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് സവാള ഇടാം, വേറെ എന്തൊക്കെ ഇടാം, കുറച്ച് മസാലയൊക്കെ ആക്കി കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർക്കാം. അങ്ങനെ നമുക്കൊരു വേറെ ടൈപ്പ് ആക്കി എടുക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഞാൻ ട്രൈ ചെയ്യുന്നത്, എപ്പോഴെങ്കിലും ട്രൈ ചെയ്യുകയാണെങ്കിൽ അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് ഷേപ്പ് അങ്ങനെ കിട്ടാറില്ല, പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആണ്. ഇനി ഇതാണ് നമ്മുടെ സാമ്പാർ. 2 ദിവസമായി സാമ്പാർ ഉണ്ടാക്കിയിട്ട്. കാരണം കുറച്ചധികം ഞാൻ ഉണ്ടാക്കും, സാമ്പാർ ഉണ്ടാക്കും. അതാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചായിട്ടും ഡിന്നറായിട്ടൊക്കെ നമുക്ക് കോംബോ കൊടുക്കാം. ഇനി ഇത് ചൂടാക്കി എടുക്കണം. അപ്പൊ അതിന് വേണ്ടി ഞാൻ നമ്മുടെ ഫ്രൈ പാനിലാണ് ചൂടാക്കി എടുക്കാന്ന് വിചാരിച്ചേക്കുന്നത്. അങ്ങനെ ഫ്രൈ പാൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി, ഭയങ്കരമായിട്ട് തിളപ്പിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഓഫ് ചെയ്യുന്നുണ്ടോ. നല്ല സാമ്പാറാണ് ഇഡ്ഡലിക്ക്. ഇതൊക്കെയായിരുന്നു ഇന്ന് വൈകിട്ടത്തെ വിശേഷങ്ങള്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ കൂടെ ചെയ്യാം കേട്ടോ. അപ്പൊ ടാറ്റാ, ബൈ ബൈ.